ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി. ചൂട് കാരണം ഫാനിൻ്റെ എണ്ണം കൂട്ടി തുടങ്ങിയോ എല്ലാവരും? അപ്പം നമുക്കിത് ഇവിടെ ഒരു ഓൾഡ് ഫാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം. ആകെ പൊടി പിടിച്ച് മുഷിഞ്ഞിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഫാനിനെ ഒന്ന് പാർട്സ് ആക്കാം. അപ്പോൾ ഇത് അതിൻ്റെ ലീഫ്ലെറ്റ് ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ കവറിങ് പോർഷനും ഉണ്ട്. അപ്പം നമ്മുടെ ലീഫ്ലെറ്റിനെ ഇതേ ക്യൂട്ടിക്സ് കൊണ്ട് ഇതേ കളറാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്കതിൻ്റെ ഫ്രണ്ട് പോർഷനിലും നല്ലൊരു പെയിൻറ്റിങ് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അക്രിലിക് കളേഴ്സാണ്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പെയിൻറ്റിങ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ബ്ലൂ കളർ എടുത്ത് മൊത്തമായിട്ടൊന്ന് നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു കുഞ്ഞ് ആകാശത്തിന് വേണ്ടിയിട്ട് അതിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ എടുത്തിട്ട് ഇതേപോലെ ആകാശം വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് കളർ എടുത്തിട്ട് നൈറ്റ് സീനറിയാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിഭാഗത്ത് ഇച്ചിരി ബ്ലാക്ക് ആയിട്ടുള്ള ലീവ്സ് വരച്ചു കൊടുത്തു, അതിന് മുകളിൽ ഗ്രീൻ ലീവ്സ് വരച്ചു കൊടുത്തു, അതിന് മുകളിൽ ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ വെച്ച് ലീഫ് വെച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ 2-3 കാക്കേനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പെയിൻറ്റിങ് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ഈ വെള്ള കമ്പികൾക്ക് നമുക്ക് ബ്ലൂ കളർ പെയിൻറ്റ് കൊടുത്തൊന്ന് മനോഹരമാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? നടുവിലെ പോർഷൻ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പെയിൻ്റ് അടിക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിലായിട്ട് നല്ല റെഡ് കളറ് കുഞ്ഞു കുഞ്ഞു പൂവുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം അതിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള റെഡ് കൊണ്ട് വീണ്ടും അതിൻ്റെ ഇടയിലായിട്ട് ചെറിയ ചെറിയ പൂക്കൾ വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമുക്ക് നമ്മുടെ ഫാനിലേക്ക് എല്ലാത്തിനെയും ഒന്ന് ഘടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതേ ലീഫ്ലെറ്റ് എടുത്തു, നന്നായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ സ്വിച്ച് ഇടുമ്പോൾ തലയിലിരിക്കും. ഫ്രണ്ട് പോർഷൻ കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷനിൽ ലീഫ്ലെറ്റിൽ മാത്രമാണ് കളർ കൊടുത്തിട്ടുള്ളൂ, പുറകിൽ ഞാൻ കളർ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ലുക്ക്? അടിപൊളിയാണോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇനി അല്പം കാറ്റ് ആസ്വദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.